ബാംഗ്ലൂരിൽ വീടുണ്ടാക്കുന്ന ആ ഡിസൈൻ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇത് നമ്മളൊരു ഫ്രണ്ട് അയാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ ഫാമിലിക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു വീടാണ്. സൂപ്പറായിട്ട് 950 സ്ക്വയർ ഫീറ്റിൽ ഇത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈറ്റ് വരുന്നത് 950 സ്ക്വയർ ഫീറ്റാണ്, 950 സ്ക്വയർ ഫീറ്റ്സ് ആണ്. ഈ വീടിൻ്റെ ബിൽഡിംഗ് ഏരിയ വരുന്നത് 1300 സ്ക്വയർ ഫീറ്റ്സ് ആണ്. ഇതാ നേരെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ കിച്ചൺ, അതേപോലെ തന്നെ ലിഫ്റ്റ് ഉണ്ട്. പിന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഒരു 950 അല്ലെ 1000 സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി വീടാണ് പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എല്ലാ ഫ്ലോറിലും നല്ല അടിപൊളി ബാൽക്കണി ഉണ്ട്. വാവ്, എനിക്ക് ഈ വീട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം തോന്നി. അതേപോലെ തന്നെ ഈ വീട് ഇവരിപ്പോൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം സെല്ലിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കായിട്ട് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു വീടാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു പ്ലേറ്റ് വെക്കുന്നൊരു ഷെൽഫ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കണ്ട, ഇതിൽ ഈ ഒരു സൈഡിൽ ഓപ്പണായിട്ട് കാണുന്ന രീതിയിലും അതേപോലെ തന്നെ കിച്ചണിൻ്റെ സൈഡിൽ നിന്നും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ആൾക്കാർക്ക് കാണുന്ന രീതിയിലും അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പ്ലേറ്റ് വെക്കുന്ന ഈ ഒരു ഷെൽഫ് അവരുണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. സോ ലിഫ്റ്റും ഉണ്ട്. ലിഫ്റ്റ് വളരെ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കെന്തായാലും ഇതിനൊരു ഗ്രൗണ്ട് ഫ്ലോർ കൂടി ഉണ്ട്. ഇത് ശരിക്കും ഫസ്റ്റ് ഫ്ലോറാണ് ഗൈസ്. നമുക്ക് ലിഫ്റ്റിൽ കയറിപ്പോവാം അല്ലേ. എന്തായാലും ഈ വീട് എങ്ങനെയുണ്ട്, സൂപ്പറായിട്ടില്ലേ? അയാൾ ആ ഒരു 950 സ്ക്വയർ ഫീറ്റ്സിൽ വളരെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയതാണ്. ചെറിയൊരു ലിഫ്റ്റാണ് അവർ വെച്ചിട്ടുള്ളത്. ഒരു 3 പേർക്ക്, ഒരു 2 പേർക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള. നമുക്കപ്പം 3rd ഫ്ലോറിലേക്ക് പോവാം, എന്നിട്ട് 2nd ഫ്ലോറിലേക്ക് വരാം. അതായത് നമ്മൾ ഈ വീടിൻ്റെ 3rd ഫ്ലോറിലേക്ക് എത്തിയിട്ടുള്ളത്. 3rd ഫ്ലോറിൽ ഏറ്റവും ടോപ്പിൽ അയാളെ മകന് വേണ്ടിയിട്ടാണ് ഈ റൂം ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. സ്റ്റെപ്പ് കയറി ഇതാണ് അയാളെ മകന് വേണ്ടിയിട്ടാക്കി വെച്ച റൂമാണ്. എല്ലാം ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂമിന് ഒരു ബ്ലൂ തീമിങ്ങാണ് അവർ കൊടുത്തിട്ടുള്ളത്. അവരുടെ മകന് ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ്. സോ ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ബോയ്സിനുള്ള റൂമായിട്ട്. കാരണം ഇവിടെയൊക്കെ ബാംഗ്ലൂരിൽ ടോപ്പ് ഫ്ലോറിലുള്ള റൂമുകളൊക്കെ അവർ ആൺകുട്ടികൾക്കായിട്ടാണ് കൊടുക്കാറ്. സോ ഇതുണ്ടോ, ഈ ഒരു സൈഡിലുള്ള 2 റൂമിന് നല്ല ബാൽക്കണി ഉണ്ട്. നമുക്കിതാ ഇനി ഈ റൂമിൽ നിന്ന് നേരെ ഇവിടെ പുറത്തൊരു എക്സ്ട്രാ ഒരു സ്പേസ് ഉണ്ട്. വാഷിംഗ് മെഷീനും അതേപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് വന്നിരിക്കാനൊക്കെ ആയിട്ട്, തിരുമ്പിയത് അലക്കി ചിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. വാഷിംഗ് മെഷീൻ ഒക്കെ ഉള്ളൊരു സ്പേസും പിന്നെ രാത്രി വന്നിരിക്കാൻ പറ്റുന്നൊരു സ്പേസുമാണ്. നല്ല കാറ്റുള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ ഇത്രയും പ്രൊജക്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇവർ വീടായിട്ട് തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അത്രയും ക്വാളിറ്റിയിലാണ് എല്ലാ സാധനങ്ങളും അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് 2nd ഫ്ലോറിലേക്ക് പോവാം. ശരിക്കും എനിക്ക് ഈ വീട് കണ്ടപ്പോൾ അയാളുടെ ഒരു വർക്ക് ഉണ്ടല്ലോ, ഭയങ്കര ഇമ്പ്രസ് ആയിട്ട് തോന്നി. കാരണം അവരവരെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും സൂപ്പറായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. 2nd ഫ്ലോറിൽ 2 റൂംസാണ് ഉള്ളത്. ഒന്ന് ഒരു ഗസ്റ്റ് റൂം പോലെയുള്ള ഒരു റൂമും, എല്ലാ റൂമിനും ഒരേ ഡിസൈനാണ് പുള്ളി കൊടുത്തിട്ടുള്ളത്. ആ ഒരു കളർ തീമിന് മാത്രം ഡിഫറൻസ് വെച്ച് ചെയ്തിട്ടുണ്ട്. വാവ്, നല്ല ജനാലയും കാര്യങ്ങളും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാ റൂമും ബാത്റൂം അറ്റാച്ച്ഡ് തന്നെയാണ്. സോറി, ആഹാ, ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ബാത്റൂമോ, സൂപ്പറായിട്ടുണ്ട് അല്ലേ. നല്ല അടിപൊളി ലക്ഷറി ആയിട്ടുള്ളൊരു ബാത്റൂമാണ് അവർ ചെയ്തിട്ടുള്ളത്. വാവ്, നല്ല സെറ്റപ്പ് ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കൂടി ഒന്ന് കാണാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എല്ലാ ആ സ്റ്റെപ്പിനൊക്കെ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള സെറ്റപ്പിൽ തന്നെയാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. വാവ്, നല്ല കാറ്റൊക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ. ഇത് വരുന്നത് ഓഫ് സർജാപൂർ റോഡാണ്. പിന്നെ ഇവരെ ഈ ഒരു ബാത്റൂം ആണെങ്കിലും നമുക്ക് കാണുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നതിന് മനസ്സിലാവുന്നുണ്ടാവും. നല്ല രീതിയിലുള്ളൊരു വർക്കിംഗ് ആണ് പുള്ളി ചെയ്തിട്ടുള്ളത്. കാരണം ആ ഒരു കബോർഡാണെങ്കിലും കാര്യങ്ങളും നമ്മളെ എന്നാലും വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഫാമിലിക്ക് ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ, ഒരു 2 മക്കൾ
അച്ഛൻ അമ്മ ഉള്ള രീതിയിലുള്ള ഒരു ഫാമിലിക്ക് പറ്റിയൊരു 3 ബെഡ്റൂം റൂമാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തി. ഇവിടാണ് ഹാള്, അതേപോലെ തന്നെ കിച്ചണ് സംഭവങ്ങളൊക്കെ വരുന്നത്. ഇനി ഇതിൻ്റെ താഴെ ഒരു ഗ്രൗണ്ട് ഫ്ലോറും കൂടി ഉണ്ട്. സോ ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറും കൂടി ഒന്ന് പോവാം. വാവ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങി. ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ പോലെയാണ് അവർ ഗ്രൗണ്ട് ഫ്ലോർ ആക്കിയിരിക്കുന്നത്. ഇത് അദ്ദേഹം കാർ പാർക്കിംഗ് ആയിട്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ അദ്ദേഹം ചിന്തിച്ചു എന്തിനാണ് പുറത്ത് നല്ല കാർ പാർക്കിംഗ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സ്പേസും ചിന്തിച്ചിട്ടാണ് പുള്ളി ഈ ഒരു രീതിയിലുള്ള ഒരു സ്പേസ് ആക്കി ഇവിടെ മാറ്റിയത്. കാരണം ഒരു ഓപ്പൺ സിറ്റിംഗ് സ്പേസ്, ഒന്ന് സ്മോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ, പിന്നെ അതേപോലെ തന്നെ പുള്ളി ഒരു ബാറിൻ്റെ ഒരു സെറ്റപ്പ്, പിന്നെ ഒരു ടി വി ഒക്കെ വെച്ച് കുറച്ച് സ്പീക്കർ സിസ്റ്റമൊക്കെ വെച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു സ്പോട്ടും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു കാർ പോർച്ച് വരുന്നത്. അപ്പം കാർ പോർച്ചിൻ്റെ ആവശ്യം ശരിക്കും ഇവിടെ ഇല്ല, കാരണം ഇതൊരു എൻഡ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ തന്നെ ഒരു 2 കാറ് സൂപ്പറായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു റോഡിൻ്റെ എൻഡ് പാർട്ടാണിത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയൊരു വീടാണിത്. അപ്പം എൻ്റെ ഫ്രണ്ടിന് ഭയങ്കര ഒരു ആഗ്രഹം, നീ വീഡിയോ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഈ വീട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തെ സെല്ല് ചെയ്യാൻ പോവാണ്. സെല്ലിങ് പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ അദ്ദേഹത്തിനെ സംസാരിക്കാം. ഞാൻ HSR വെറും ഒരു 15 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു വീട്ടിലേക്ക് എത്തിയത്. നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ഇവരിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്ലബ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വീടുകൾ വരുന്നുണ്ട്. ഫുള്ളും ഓൺ ഹൗസാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കൂടുതൽ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ. കാരണം ഒരു നല്ലൊരു അടിപൊളി ഒരു സൂപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി എന്ന് തന്നെ പറയാം. അപ്പം അതിലുള്ള ഇയാളുടെ ഈ ഒരു വീട് ഇദ്ദേഹം സെല്ല് ചെയ്യാണ്. കാരണം അദ്ദേഹത്തിന് വേറെ 2-3 പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം ഫാമിലിയായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാന്നുള്ളൊരു മൈൻഡിലാണ് ഇദ്ദേഹം ഈ ഒരു വീട് ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ അത് സെല്ല് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. സോ ഇതൊരു ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടുതലും ഓൺ ഹൗസുകൾ വരുന്നതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള നിങ്ങളിപ്പോൾ അങ്ങനത്തെ ഒരു വീടായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പം നാട്ടിൽ നിന്നും അതേപോലെ തന്നെ പുറത്തുനിന്നൊക്കെ ബാംഗ്ലൂരിൽ ഒരു വീട് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നോക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് സംഭവം തന്നെയാണ് ഈ ഒരു വീട്. കാരണം ഒരു 950 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലാണ് ഇത്രയും അടിപൊളിയായിട്ട് ഈ ഒരു വീട് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പെർഫെക്റ്റ്ലി എല്ലാം ക്വാളിറ്റി ആയിട്ട് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വിൽക്കാനുള്ള ഒരു രീതിയിലോ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാനുള്ള രീതിയിലോ ഉണ്ടാക്കിയൊരു വീടല്ലാത്തതുകൊണ്ട് തന്നെ സൂപ്പറായിട്ടുണ്ട്. എല്ലാ വർക്കും റെഡിയാണ്. ഇപ്പോൾ ഒരു പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം. സോ എന്തായാലും പുള്ളിയുടെ വീട് കാണാൻ വന്നായിരുന്നു. പിന്നെ പുള്ളി ഇത് സെല്ല് ചെയ്യാനും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിയുടെ കോൺടാക്റ്റിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. പുള്ളിക്ക് നന്നായി തമിഴ് അറിയാം, ആന്ധ്ര ഭാഷ അറിയാം, ഇംഗ്ലീഷ് അറിയാം. പിന്നെ പുള്ളിൻ്റെ സ്റ്റാഫൊക്കെ മലയാളീസാണ്. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ സംസാരിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ബാംഗ്ലൂരിൽ സ്വന്തമായിട്ടൊരു വീടൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആവട്ടെ. അടുത്തൊരു വീഡിയോ ഫ്ലാറ്റിനായിട്ടുള്ള രീതിയിലും അതേപോലെ തന്നെ നല്ല പ്ലോട്ടായിട്ടൊക്കെ ഞാൻ ചെയ്യാം. സോ താങ്ക് യു.